ഹൃദയവും ഇതാണ് അതിമനോഹരമായ പാലത്തിങ്കൽ തറവാട്. ഇതാണ് വിശ്വനാഥ്, പാലത്തിങ്കൽ തറവാട്ടിലെ കാർന്നോര്. വിശ്വേട്ട, ഓ നിങ്ങൾ ആ പത്രത്തിൽ നിന്ന് കണ്ണെടുക്ക് വിശ്വേട്ട. ഓ പറയടി ഭാര്യ. വിശ്വേട്ട, നിങ്ങളോട് ഞാൻ എത്ര കാലമായി പറയുന്നു ആ ബ്രോക്കർ ശേഖരനോട് നമ്മുടെ മോക്ക് പറ്റിയ ഒരു ചെക്കനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. അത് ശരി, ഒരുപാട് ചെക്കന്മാരെ അവൻ കൊണ്ടുവന്നതല്ലേ, നിന്റെ മോളല്ലേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്നത്. എന്നിട്ട് കുറ്റം മുഴുവൻ എനിക്കും ബ്രോക്കർ ശേഖരനും. ദേ, അവളിപ്പോ കുളിച്ചിറങ്ങി വരും, നിങ്ങള് മുമ്പ് സംസാരിച്ച് നോക്ക്. അമ്മായി, ചേച്ചി ഇവിടെ ഇതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ? കോളേജിൽ പോകാൻ നേരമായല്ലോ. ഇത് വിശ്വനാഥൻ്റെ പെങ്ങളുടെ മോളായ നിത്യ. ഇവൾ കോളേജ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ആ മോളെ, അവളിപ്പോൾ ഒരുങ്ങി വരും കേട്ടോ. ഇന്നിച്ചിരി വൈകി എഴുന്നേറ്റ്, അത് കാരണം ഞാൻ വേഗം കുളിക്കാൻ പറഞ്ഞു കേട്ടു. ഇപ്പം തന്നെ അവൾ ഒരുങ്ങി വരും. മോളിവിടെ ഇരിക്കുക. ഹാ, എന്താ ചേച്ചി വന്നല്ലോ. എന്ത് പറ്റി മോളെ? എന്നാലും ഒരു വാക്ക്, ഒരേ ഒരു വാക്ക് എന്നോട്. ഉണ്ട്. ചേച്ചി സാരി കൊടുക്കുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കത്തില്ലായിരുന്നോ? ഇതിപ്പോ ഒരുമാതിരി പരിപാടിയായിപ്പോയി. ഉടുക്കണമെന്ന് വിചാരിച്ചിരുന്നതല്ലടി പെണ്ണെ. ഇത് കുറേ നാളായിട്ട് ഞാൻ ഉടുക്കാതെ വെച്ചിരുന്ന സാരിയാ. അപ്പോൾ ഉടുക്കാൻ തോന്നി. പറയ മനുഷ്യ, പറയാൻ. എന്താണ് മാതാശ്രീ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഗൗരവമൊക്കെ മാറ്റി വെച്ചെങ്കിൽ പറ. ഞാനിപ്പം തന്നെ കോളേജിൽ പോവും. ഹേയ്, അമ്മയ്ക്കല്ലടാ, നിന്നോട് അച്ഛനാ പറയാനുള്ളത്. എന്താ അച്ഛാ? മോളെ, അന്ന് അച്ഛനൊരു കല്യാണക്കാരൻ പറഞ്ഞില്ലായിരുന്നോ? ആ, അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നുടാ. അപ്പോൾ അച്ഛൻ അവരോട് ഓക്കെ പറയട്ടെ മോളെ. അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നോ? എന്നിട്ടിപ്പം നിങ്ങൾ പറയാതിരുന്നത്? സമാധാനായി. അതിന് നീ എനിക്ക് പറയാനൊരു ഗ്യാപ്പ് തരണ്ടേ? മോളെന്ത് പറയുന്നു? അച്ഛൻ അവരോട് പറയട്ടെ ഓക്കെ? എന്താ കല്യാണക്കാരൻ പറഞ്ഞപ്പോൾ മുഖത്തൊരു വാട്ടം? ഇതൊക്കെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളല്ലേ? ഇതിലെനിക്കൊന്നും പറയാനില്ല. നിത്യ, വാ, കോളേജിൽ പോവാം. ചേച്ചി, ചേച്ചി എന്താ മാമൻ പറഞ്ഞപ്പോൾ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത്? ഡി അവളെല്ലാം അറിഞ്ഞു വെച്ചിട്ട്. ഓ, എന്നാൽ പിന്നെ ഏട്ടൻ്റെ കാര്യം ചേച്ചിക്ക് വീട്ടിൽ പറയാൻ പാടില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ കല്യാണം നടത്തുമായിരുന്നല്ലോ. ഇത് ഞാൻ പലതവണ അവനോട് പറഞ്ഞതാ. അപ്പോഴൊക്കെ അവനാ എന്നോട് പറഞ്ഞത് ഇതിപ്പോൾ വീട്ടിലൊന്നും പറയണ്ടെന്ന്. പിന്നെ ഈ സാരി എടുത്തോണ്ട് വന്നത് അത് പഴകിപ്പോകുമെന്ന് പേടിച്ചിട്ടല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഹലോ, ബെല്ലടിച്ചു. ക്ലാസ്സിൽ കയറണം മാഡം.
എന്താ മീനു? നിത്യ, ഇവക്കെന്ത് പറ്റി? ആ ഇതിലിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. ഏട്ടൻ തന്നെ കിട്ടാനുള്ള സൈൻ ചെയ്ത് മേടിച്ചോ. ചേച്ചി ഞാനെന്നാ ക്ലാസ്സിൽ പോവാണേ, ബൈ. ആ നീ പോയിട്ട് വാ. ഈവനിങ് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി. ക്ലാസ് കഴിയുമ്പോൾ ഞാനിങ്ങ് വന്നേക്കാം. മീനു, എൻ്റെ മുഖത്തോട്ട് നോക്ക്. എന്താ പറ്റി നിനക്ക്? എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൻ ചോദിക്കുന്നുണ്ടല്ലേ. അവന് നിൻ്റെ ഫോൺ എടുത്ത് നോക്കിക്കേ. എത്ര തവണ അതിനെ വിളിച്ചു? എന്താ ഫോൺ എടുക്കാതിരുന്നത്? ആ, നീ വിളിച്ചായിരുന്നോ? എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നുടാ. നിനക്കല്ലെങ്കിലും എല്ലാത്തിനും 100 ന്യായങ്ങളാണല്ലോ. നിനക്കറിയോ, ഇന്ന് രാവിലെ കൂടി അച്ഛൻ ഒരു ചെക്കൻ്റെ പ്രപ്പോസലായിട്ട് വന്നു. ഒരു കണക്കിനാണ് ഞാൻ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത്. എനിക്ക് നിൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എന്നാലൊരു ജോലി പോലും ഇല്ലാത്ത എനിക്ക് നിൻ്റെ അച്ഛൻ അങ്ങേരുടെ മകളെ കെട്ടിച്ചിരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത് നോക്കാൻ വേണ്ടി മറ്റാരേക്കാളും നന്നായിട്ട് എനിക്ക് എൻ്റെ അച്ഛനറിയാം. അച്ഛനൊന്നും പറയാൻ ചാൻസ് ഇല്ല. പിന്നെയും അമ്മയാണ് പ്രശ്നം. ഈ അടുത്താണ് ഞാൻ ഒന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നിന്നെ ഒരാൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല മീനു. നീ എന്നും എൻ്റെ മാത്രം, എൻ്റെ മീനു. ആ അങ്ങനെ ആയാൽ മതി. എന്നാൽ പിന്നെ ബെല്ലടിച്ചോ, ക്ലാസ്സിൽ പോവാം ഭാവി ഭർത്താവേ. എന്നാ നടക്ക് ഭാവി ഭാര്യ. നിത്യ, അവനെ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിക്കുന്നുണ്ട്. ഞാനേ മാറി നിന്ന് സംസാരിക്കട്ടെ കേട്ടോ. നിങ്ങളിവിടെ നിൽക്ക്. ഇവിടെ നിൽക്കോളണേ. ഇവളോട് പറഞ്ഞാലോ ആ കാര്യം? എന്താ ഏട്ടാ ആലോചിക്കുന്നത്? അത് നിത്യ, നിന്നോട് ഞാനൊരു കാര്യം പറയാം. പക്ഷേ അത് മീനു അറിയരുത്. മീനു എന്നല്ല, ആരും. ശരി, ഞാൻ ആരോടും പറയില്ല. എന്താ കാര്യം? ഏട്ടൻ പറഞ്ഞോളൂ. അത് എനിക്ക് ബാംഗ്ലൂർ ഒരു ജോലി ശരിയായിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഞാൻ പോവും. ഓക്കെ ചേട്ടാ, പക്ഷേ ചേച്ചിയോടൊന്ന് പറഞ്ഞിട്ട്. വേണ്ട, അവൾ അറിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ സമ്മതിച്ചെന്ന് വരില്ല. മോളെ, ഇതാരും അറിയരുത് കേട്ടോ. എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ഇല്ല ഏട്ടാ, എൻ്റെ വായിൽ നിന്നാലും ഇതാരും അറിയാൻ പോകുന്നില്ല. ഏട്ടൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരണേ. എന്താണ് രണ്ടുപേരും കൂടെ ഒരു സംസാരം? ഹേയ്, അതൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ചുമ്മാ. അല്ലേ നിത്യ? അതെ അതെ. ചേച്ചി വാ, നമുക്ക് വീട്ടിൽ പോവാം, സമയമായി. ആ അവനീത്, ഞങ്ങളെന്നാൽ പോവാട്ടോ. നീ വീട്ടിലേക്ക് വെക്കുവന്നേ. വാ നിത്യ, പോവാം. അവൻ എന്താടി നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്? അത് ചേച്ചി, ക്ലാസ് തുടങ്ങിയായിരുന്നില്ലേ ഇന്ന്. അപ്പോൾ പഠിപ്പിച്ചതൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമായിരുന്നു. ടഫായിരുന്നോ എന്നൊക്കെ. ജാനകിയെ, മക്കളിങ്ങെത്തി. ചായ എടുത്തോ പിള്ളേർക്ക്? ആ പിന്നെ നിത്യമോളെ, മോളൊന്ന് പോകണ്ട കേട്ടോ. അവരാരും വീട്ടിലില്ല. അവരുടെ സ്ഥലം വരെ പോയേക്കാം. ഇവിടെ നിന്ന് ചായയൊക്കെ ആയിട്ടുണ്ട്. രണ്ടാളും പോയി കുളിച്ചിട്ട് വാ. ആ മീനുമോളെ, തൽക്കാലത്തേക്ക് നിന്റെ ഒരു ഡ്രസ്സൊക്കെ ഇടാൻ നോക്കി. രാത്രി ഇപ്പോൾ കുളിച്ച് മാറണ്ടേ? എൻ്റെ ദൈവമേ, ഈ പണിയൊക്കെ ഇനി എപ്പോൾ കഴിയാനാ? ആ പെണ്ണിവിടെ എന്തെടുക്കാണോ ആവും. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ ചെറുക്കനെ ഒന്ന് വിളിക്കാൻ. അവനാണെങ്കിൽ അവിടെ നിന്ന് വരാൻ ഒരു ഉദ്ദേശമില്ല. ഇത്രയും സുന്ദരി ഈ ലോകത്ത് വേറെ ആരെങ്കിലും കാണോ? ഏയ്, ചാൻസില്ല. എൻ്റെ ഗുരുവായൂരപ്പ, ഇവളെ ഞാൻ എന്തിനാ ഇപ്പം അടുക്കളയിലേക്ക് വിളിച്ചത്? ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുത്തെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതെന്ത് പറ്റി? കുറച്ച് നേരം മുമ്പ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്ത് പെണ്ണേ, നിനക്ക് വട്ടായ? ഈശ്വര, മൂഡ് പോയി. എന്തുവാ മമ്മി, എന്തുവാ? അത് മമ്മി, കോളേജിലൊരു പരിപാടി നടക്കുന്നുണ്ട്. ഞാനാണ് അതിൻ്റെ വോളണ്ടിയർ.
അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സമയത്ത് ഒരു ചെക്കൻ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു. ക്രഷ്. എൻ്റെ ദൈവമേ, ഏതാടിയാ ഹതഭാഗ്യവാൻ? ഓ അമ്മ, ഹതഭാഗ്യവാനൊന്നുമല്ല. കോളേജിൽ അത്യാവശ്യം ഫേമസ് ആയ ഒരുത്തനാ. പേരേതോ വിഷ്ണു ആണെന്ന് തോന്നുന്നു. എന്നാലും എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്റെ കാര്യം കൊണ്ട് പറയാൻ പറ്റില്ലേ? ഓഹോ, ഞാനത് പുളു പറയാമെന്നല്ലേ അമ്മ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് പോമ്മ, ഈ ചാരു ആരാന്ന് അമ്മയുടെ വിചാരം? அதிகாலை ஓ அந்திமாலை உன்னை தேடி பார்க்க சொல்லி போராடும் உன்னை கண்ட பின்பே எந்த நாளோடும். ഓഹോ, ഈ ചാരുലത ഇവിടെ ഞാൻ ഇളകി നിൽക്കുന്നതേ നിന്റെ അമ്മയായി 5 കാരണം. അതിപ്പോൾ ഇവിടെ ആരെങ്കിലും ചോദിച്ചാ പിന്നെന്താ? ആരും ചോദിച്ചില്ല. പക്ഷേ ജയിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമ്പോളെ നിന്നോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ എൻ്റെ ചെറുക്കനൊന്ന് വിളിക്കട്ടെ. 2 കൊല്ലം മുമ്പ് ഇവിടെ നിന്ന് പോയതാ. ഒരു വിവരവും ഇല്ല അവനെ പറ്റി. അമ്മയ്ക്കറിയോ അമ്മേ, എൻ്റെ ഫ്രണ്ട് ആവണി ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടേക്കുക വിത്ത് നാത്തൂന്നും പറഞ്ഞുകൊണ്ട്. അതും അവൾ കുളു മണാലി പോയ ഫോട്ടോ. ആ, നിനക്കത്രയല്ലേ ഉള്ളൂ. എന്നോട് കുടുംബശ്രീയിലുള്ളവർ ചോദിക്കുക, മോന് കല്യാണപ്രായമായില്ലേ, 14 വയസ്സായില്ലേ എന്ന്. ഷേ, നാണക്കേട് തന്നെ മമ്മി. അതേ മോളെ. അമ്മേ, ഇനിയൊന്നും നോക്കാനില്ല. ചേട്ടനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കോ. 2 ദിവസത്തിനുള്ളിൽ അവനിവിടെ എത്തിയിരിക്കണം. അതെ, ഇനി നമുക്ക് നമ്മുടെ 18ാമത്തെ അടവൊന്ന് പയറ്റി നോക്കാം. നടക്കുവോ? പിന്നല്ല, നടക്കാത്തോടെ പോവാൻ. 2 ദിവസത്തിനുള്ളിൽ അവനിവിടെ എത്തിയിരിക്കും. ഓഫ്, ഞാൻ വന്നിട്ട് എത്ര നേരമായി. ഈ അഭിമന്യു ഇവിടെ പോയി കിടക്കാം. എന്താണത് റിസാർട്ടിൽ ചൂടിൽ? ഇന്നെന്താണോ പ്രശ്നം? ഓ, വന്നോ ഈ കമ്പനിയിലെ രാജകുമാരൻ? എടാ, ആ ജർമ്മനി ബിസിനസ്സിൻ്റെ ആ ഒരു ഫയലില്ലേ, അതിനോട് ഞാൻ ആരുടെ കൊടുക്കാനാണ് പറഞ്ഞേ? ആ ഫയൽ കൊടുക്കാൻ പറഞ്ഞു. അത് ജിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞേ. ഓ, അപ്പോൾ ഓർമ്മയുണ്ട്. എന്നിട്ട് നീ അത് ആരുടെ കയ്യിലാണ് കൊണ്ടേ കൊടുത്തത്? അത് ജിഷ്ണു അല്ലല്ലോ, ജോസഫിൻ്റെ കയ്യിൽ കൊടുത്തു. എടാ, നിന്നെയൊക്കെ ഇവിടെ ജോലിക്ക് വെച്ച് എന്നെ ഇടുമ്പോൾ ചവിട്ടി പുറത്താക്കണ്ട ആദ്യം. എൻ്റെ അമ്മയുടെ ഒരു അകന്ത ബന്ധുവായതുകൊണ്ടും നിൻ്റെ അമ്മയെ എനിക്ക് വലിയ കാര്യം ആയതുകൊണ്ടും നിന്നെ ജോലിക്ക് വെച്ചതാ. അന്നേ എന്നോട് ആൻറ്റി പറഞ്ഞതാ നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലാതാണെന്ന്. അയ്യോ എൻ്റെ പൊന്നോ, ഇപ്പം എന്ത് വേണം? ജിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ഫയൽ മേടിച്ച് ജോസഫിന് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെയല്ലല്ല, ജോസഫിൻ്റെ ഇത് ഫയൽ മേടിച്ച് ജിഷ്ണുവിനല്ലേ കൊടുക്കണ്ടേ? വിവരം കെട്ടവൻ, മര്യാദക്കുള്ള ഓർമ്മശക്തി പോലും ഇല്ല അവന്. അങ്ങനെ അങ്ങോട്ട് പറയലേടാ, കൊച്ചാക്കളയിൽ നീ എന്നെ ഈ വരുന്ന 19-ാം തീയതി 2ാമതൊരു കൊച്ചിൻ്റെ അപ്പനാകുമ്പോനെ. അത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എൻ്റെ കുഞ്ഞുമോനെ. ഏതാ സമയത്ത് അങ്ങ് ചെയ്തോളുമല്ലോ. ഇതും അതും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്ന എന്നെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് അവൻ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കുന്നു. ആയിരിക്കട്ടെ, നീ എന്തുവാടാ വീട്ടിലേക്ക് പോവോ വിളിക്കുകയോ ഒന്നും ചെയ്യാതെ? നിന്നെ വിളിച്ചിട്ട് കിട്ടാണ്ടാകുമ്പോൾ നിൻ്റെ അമ്മ വിളിക്കുന്ന എന്നെയാ, ഞാൻ ഉത്തരം പറയേണ്ടി വരും. ടോർച്ചറാടാ, കല്യാണം കഴിക്കുമെന്നും പറഞ്ഞുകൊണ്ട്. വയസ്സ് 10-28 ആയാലേ മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എനിക്കറിഞ്ഞൂടെ, എനിക്കപ്പോൾ കല്യാണം കഴിക്കാൻ ഒരു മൂഡില്ലെന്നേ. അല്ല, മൂടല്ല, ഇപ്പോൾ ഫോൺ എടുത്ത് നോക്കി എന്നെ ഒരു 130 പെണ്ണുങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ,
ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ കല്യാണം കാണണമെന്ന് അവർക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങളൊക്കെ. ശേ, ഒന്ന് കെട്ടണം മോനെ. ഓ പിന്നെ പറയുന്ന കേട്ടതൊന്നും എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടെന്ന് ചെറുതായ പെണ്ണിനെ അവനെടുത്ത് വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് എന്നോട് ചോദിക്കുന്നേ. ഒന്ന് പോയേടാ. എനിക്ക് അങ്ങനെ ആരോട് ഇതുവരെ തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ തോന്നണില്ല. ഹലോ ആൻറ്റി, ഇവ സമ്മതിക്കുമെന്ന് തോന്നണില്ല. ഞാൻ കുറേ നേരമായിട്ട് പറയാം. ഇനിയിപ്പോൾ ആൻറ്റി തന്നെ പറ. ആൻറ്റിയോ? ഏത് ആൻറ്റി? ഓക്കേടാ മോനെ, ഇനി നീയായിട്ടൊന്നും പറയണ്ട. ആ ഫോണൊന്ന് ആൻറ്റിയെ കൊടുത്തേ. ആ ഓക്കെ ആൻറ്റി, ഇന്നാ മതി ഫോൺ. ഓ എൻ്റെ ഗുരുവായൂരപ്പാ, ഞാൻ പെട്ടു. നിനക്കുള്ള തരാട്ടോ, ആ ഫോണിങ്ങതാ. ഹലോ. ആ, എനിക്ക് നിന്നോട് വേറൊന്നും പറയാനില്ല. നിനക്കിപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം നീ പറ. അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ എൻ്റെ തിരക്കൊക്കെ? എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ആ, അതെനിക്കറിയാലോ. ഇത് പറയുമ്പോൾ നിനക്ക് ഇത്തിരി തിരക്ക് കുറച്ച് കൂടുമെന്ന്. നീ ഇങ്ങോട്ട് വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ നീയേ നാട്ടിലൊരു കമ്പനി തുടങ്ങാൻ വെച്ചിട്ടുണ്ടായില്ലേ? ആ, അതിൻ്റെ പണിയൊക്കെ കഴിയാറായി. നീ അവിടെ ഇരുന്നോ, ഇത് വേറെ കാര്യം. ആ കമ്പനി ഞാനങ്ങ് വല്ല തുരുമ്പ് വിലയ്ക്കും വിറ്റുകളയും. അയ്യോ മമ്മി, അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാൻ നാളെ ഞാൻ അവിടെ എത്തിയിരിക്കും. ഉറപ്പാണ്. നാളെ ഈവനിങ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ നിന്നെ ഇവിടെ കണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ആ കമ്പനി ഞാൻ പൊളിക്കും. ഞാനാണ് ഈ പറയണത്. എന്നറിയാലോ, ഭാഷ കയറിയ ഞാൻ എന്തും ചെയ്യും. ഓ നന്നായിട്ടറിയാവേ. പണ്ട് ദേഷ്യം കയറിയിട്ട് അച്ഛൻ്റെ നിലയ്ക്ക് മീൻ ചട്ടി എടുത്തിട്ട ആളല്ലേ. നന്നായിട്ടറിയാം. ആ, ഈവനിങ് ആഫ്റ്റർനൂൺ അവിടെ കാണും. പോരെ? അതിനെ മീൻചട്ടിയുടെ കാര്യമൊക്കെ ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? നീ എന്താണ് വിഷയം മാറ്റില്ല മോനെ. നാളെ ഇവിടെ എത്തിയിരിക്കണം. ആ, ബാക്കി കാര്യങ്ങളൊക്കെ നീ അഭിമന്യോട് ചോദിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം വെച്ചോ, ശുഭദിനം. എടാ എന്തുവാടാ ഇതൊക്കെ ചെയ്യണതിന് മുമ്പ് നീയൊക്കെ എന്നോടൊരു വക ചോദിച്ചാ? ഇന്നിപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകണമല്ലോ. ആ പോകണം, ഇന്ന് രാത്രി തന്നെ പോകണം. ഞാൻ ഈ ആൻറ്റി വിളിച്ചപ്പോൾ തന്നെ നിനക്കുള്ള ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തായിരുന്നേ. അപ്പോൾ രാത്രി പോകണമല്ലോ. ആ, അപ്പോൾ രാത്രി ഞാൻ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനാക്കി തരാം. അപ്പോൾ രാവിലെ ആകുമ്പോൾ പാലക്കാട് എത്തിക്കോളും. ഓ, ആൻറ്റിയും മോനും വെൽ പ്ലാനഡ് ആയിരുന്നു തോന്നുന്നു. ആ, ഞാൻ പൊക്കോളാം. പോരെ? രാത്രി ഇങ്ങനെ അവിടെ ഒന്ന് കൊണ്ടാക്കിത്താ റെയിൽവേ സ്റ്റേഷനിൽ. രാത്രി എത്ര മണിക്കാണാവോ ട്രെയിൻ? നോക്കിയപ്പോൾ രാത്രി 9:30 പറഞ്ഞേ. നമുക്കൊരു 9 മണി അവിടെ എത്താന്നേ. ചായയും കുടിച്ചിരിക്കാൻ വേണ്ടും. മീനൂസേ, എനിക്കറിയാടാ ഇതറിയുമ്പോൾ നീ ഒത്തിരി കരയൊന്നും. ഒത്തിരിയൊന്നുമല്ല, കരഞ്ഞ് ഒരുമാതിരി ആവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. നീ എന്താടാ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നേ? നീ വിചാരിക്കുന്ന പോലെയല്ല. എനിക്ക് കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? ആ, ഒരു മിനിറ്റ് ഞാൻ പറയാം. സാധാരണ എല്ലാവരും പറയും പോലെ തന്നെ ഞാനറിയാതെ തന്നെ എൻ്റെ മനസ്സിൽ ഇടം പിടിക്കണം. പിന്നെ എന്താ, ആ നല്ല ചിരിയായിരിക്കണം, ഉണ്ട കണ്ണുകൾ വേണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. എന്നേക്കാളും കൂടുതൽ എൻ്റെ അമ്മയെ അനിയത്തിയെ സ്നേഹിക്കണം. ആ, പിന്നെ മുഖം എപ്പോഴും ഇങ്ങനെ എന്ന് വയ്ക്കാൻ പാടില്ല, ചിരിച്ചിരിക്കണം ഏത് നേരം. എപ്പോഴും ചിരിച്ചിരിക്കാനാണെങ്കിൽ നിനക്കുള്ള ഭ്രാന്താശുപത്രിയിലും പോയാൽ പോരെ. ഞാനിതാരോടാ പറഞ്ഞേ? തലക്ക് വെളിവില്ലാത്ത പൊട്ടനോട് നമ്മൾ എന്നെ മറന്നുപോയി. പൊട്ട, കണ്ടമാന പിള്ളേരുണ്ടാക്കുന്ന നല്ല റൊമാൻസ് എന്ന് പറയുന്നത്. അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതല്ലേ? 9:30 ആയതേ, ട്രെയിൻ വരുന്നു, കയറി പോകാൻ നോക്ക്. അപ്പോൾ കല്യാണത്തിന് ആവാട്ടാ. ആ, എനിക്ക് പെണ്ണിന് ഇഷ്ടമാവാൻ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു സദ്യക്കുള്ള വകനെ ഉണ്ടാക്കാം. ശരി എന്നാ. അങ്ങനെ പാലക്കാടെത്തി. എത്ര നേരം ട്രെയിനിലിരിക്കേണ്ടി വന്നേ. നടുവൊക്കെ ആകെ വേദനിക്കുന്നു. ഹലോ, ഇതെന്താണ് ഒറ്റയ്ക്ക് നമ്മൾ സംസാരിക്കുന്നത്?
ഹേയ് അതൊന്നും അല്ലടോ. ഞാനേ ഒരുപാട് നേരം യാത്ര ചെയ്തപ്പോൾ ആകെ വയ്യാതായി. താൻ ഇവിടുത്തുകാരനാണോ? തൻ്റെ പേരെന്താ? അതെ, ഇവിടുത്തുകാരനാണ്. എൻ്റെ പേര് അവനീത്. തൻ്റെ പേരെന്താ? എൻ്റെ പേര് അഥർവ്. അപ്പോൾ ഇപ്പോൾ എവിടെ പോവാ? എനിക്ക് ബാംഗ്ലൂരൊരു ജോലി കിട്ടി. സോ നാളെ ജോയിൻ ചെയ്യണം. ഓ ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പോൾ ഒന്ന് അരമണിക്കൂറിൽ ട്രെയിൻ വരുമല്ലോ. അപ്പോൾ ശരി, എന്നാൽ ഞാൻ പോവാം കേട്ടോ. പിന്നെ ഇനിയും കാണണം കേട്ടോ. ശരി എന്നാൽ. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഡാ അളിയൻ പൊക്കണം. എടാ, പെങ്ങളെ കെട്ടിച്ചെന്നാൽ മാത്രം പോരാ, ഇടയ്ക്കൊന്ന് അവളെ വിളിച്ച് അന്വേഷിക്കാൻ വേണം. അതങ്ങനെ വലിയ ബിസിനസ്മാൻ ആയി പോയില്ലേ, ഒന്നിനും സമയമില്ലല്ലോ. അങ്ങനെ പറയലളിയാ. ഞാൻ വിളിച്ചിട്ടില്ലെങ്കിൽ നീ അവളെ പൊന്നു പോലും നോക്കുന്നു എനിക്കറിഞ്ഞൂടെ? പിന്നെ എന്ത് പറയുന്നുണ്ട് പെങ്ങള്? അവൾ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അവളെ കൊണ്ടുപോയി നിൻ്റെ വീട്ടിലാക്കിയിട്ട് ഇങ്ങോട്ട് നിന്നെ വിളിക്കാൻ വന്നത്. നീ എന്തായാലും വാ, വീട്ടിലേക്ക് വാ മോനെ. അമ്മയും ചേച്ചിയും അനിയത്തിയും എല്ലാവരും മോനോട് വെയിറ്റിംഗാ, കിട്ടിക്കോളും. പോവാം. നമുക്കേ ഇവിടെ നിന്നും കഴിക്കാം, എനിക്ക് നല്ല വിശപ്പ്. വാ, ഒരു ചായ കുടിക്കാം. ആൻറ്റി അവനത്തിൻ്റെ റൂമിലുണ്ടായിരുന്നോ? അല്ല, അവനോടെ പോയി? ബാംഗ്ലൂർക്ക് ഒരു ജോലിയുടെ ആവശ്യത്തിന്. നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? നിങ്ങളോടൊപ്പം അവനൊന്നും പറഞ്ഞില്ലേ? പോയിക്കോ, ഇനി 5 മാസം കഴിയും വരാൻ. ഇല്ല ആൻറ്റി, എന്നോടൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവനെ കാണാൻ പറ്റുമോ? എനിക്കറിയില്ല മോളെ, അവൻ പോയിട്ട് കുറച്ച് നേരമായി. ഇപ്പോൾ പോയിട്ടുണ്ടാവും മിക്കതും. ഈശ്വര, ഈ കുട്ടിക്ക് എന്താണോ പറ്റിയേ? അത് കുഴപ്പമില്ല. ആള് പോയോ? ഡാളിയാ, ഏതാടാ പെണ്ണ്? പിന്നെ ഈ നാട്ടിലുള്ള എല്ലാവരും പിള്ളേരുടെ പേര് എനിക്കറിയാം. ഒന്ന് പോയടാ. അവനീത്, നീ എവിടെ പോവാടാ? നീ എന്തിനാ മീനെ ഇങ്ങോട്ട് വന്നത്? അമ്മ എന്നെ വിളിച്ചിരുന്നു, നീ വീട്ടിൽ പോയിരുന്നല്ലേ? എനിക്കിന്ന് ബാംഗ്ലൂർ വരെ പോകണം. ഓഹോ, അപ്പോൾ എന്നോട് പറയാതെ പോകാനുള്ള പരിപാടിയായിരുന്നല്ലേ അവനീത്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ വരുന്ന ആഴ്ചയല്ല, നാളെ തന്നെ. നാളെ എന്നെ പെണ്ണ് കാണാൻ കുറച്ച് ആൾക്കാർ വരും. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് എൻ്റെ കല്യാണം. എടി, അതിന് 1 മാസം മുമ്പ് ഞാനിങ്ങ് വരും. എന്തായാലും അവർ പെണ്ണ് കണ്ടിട്ട് പൊക്കോട്ടെ, അന്ന് തന്നെ കല്യാണം നടത്തുമെന്നില്ലല്ലോ. ഞാൻ ഭാര്യ ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കും. നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ? അവനീത്, നീ ഇത് സീരിയസ് ആയിട്ട് പറയല്ലേ? ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. മോളെ ചാരു, അവിടെ ആരാ നോക്ക്. മമ്മി, ഇത് നോക്ക്, ഏട്ടാ വന്നേക്കുന്നു. ആരാ? മനസ്സിലായില്ല. എന്താണാവോ ഇവിടെ കാര്യം? നിങ്ങനെ പറയല്ലേ, നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാട്ടെ. നിങ്ങളുടെ മോൻ 2 മാസം മുമ്പ് ഇവിടുന്ന് പോയാ. ഭയരപ്പേ, എന്നിട്ട് ആണോടാ നീ ഈ അമ്മേനെ കാണാൻ ഇങ്ങോട്ട് വരാത്ത? എൻ്റെ മോനാണ് പോലും. കിട്ടി. എന്ത് പറഞ്ഞാലും ചേട്ടായി ഒന്ന് തിരിച്ചോളൂല്ലോ. അപ്പളേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, രാത്രിയായി.
നാളെ പെണ്ണ് കാണാൻ പോകേണ്ടതാ. ഓ, എപ്പോഴും ഈ പെണ്ണുകടലിന് കാര്യം ഓർമ്മിപ്പിക്കണ്ട. എനിക്കറിയാം അവിടെ പോവാൻ. മീനു, നീ റെഡി ആവുന്നുണ്ടോ ഇല്ലയോ? നീ അച്ഛൻ വിളിച്ചായിരുന്നു. നീ പെണ്ണെന്ത് റെഡി ആവാത്തെ? നിത്യ, നീ മര്യാദക്ക് ഇവിടെ കൊണ്ട് റെഡി ആക്കിക്കോ, അല്ലെങ്കിൽ ഇന്ന് കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. ചേച്ചി, തൽക്കാലം അവരൊന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ. കല്യാണമൊന്നും ഇപ്പൊ നടത്താൻ പോകുന്നില്ലല്ലോ. അമ്മ ചേട്ടൻ പറഞ്ഞല്ലേ. വാ, നമുക്കൊരുങ്ങാം. ആഹാ, അച്ഛൻ്റെ കുട്ടി സുന്ദരിയായല്ലോ. ദേ, അവരൊക്കെ വരാറായി. മോളെ നിത്യ, നീ ഇവളെ കൊണ്ട് അകത്തോട്ട് പോകും. ആ, വാ ചേച്ചി. ആ, ജാനകി, ദേ അവര് വന്നു. ആ, ഇത് ആരൊക്കെയാ? വാ വാ, കേറ് കേറ്. യാത്രയൊക്കെ എങ്ങനെയുണ്ടായി? വീട് കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടിയല്ലേ? ആ, യാത്രയൊക്കെ സുഖമായിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അല്ല, ഇത് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ പേര് വിഷ്ണു. ഞാനേ നിങ്ങളുടെ കല്യാണ ചെക്കൻ്റെ അളിയനാ. ഓഹോ ഹോ, ആ. എടി ജാനകി, മോളെ വിളിക്കേ. ആ, ഇപ്പൊ വിളിക്കാട്ടാ. മോളെ നിത്യ, ചേച്ചിയും കൊണ്ടുപോവാ. ദേ, അമ്മ വിളിക്കുന്നു മോളെ. എന്നെ കൊണ്ട് ഇതിന് പറ്റില്ല. അവനിതിനങ്ങനെ പറഞ്ഞിട്ട് പോയാൽ മതിയല്ലോ. എന്റെ ചേച്ചി, അവരൊന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. കല്യാണമൊന്നും കഴിക്കണ്ടെങ്കിൽ വന്നേ. എന്തോന്ന്, ഇത് മറ്റേ പെങ്കൊച്ചല്ലേ? ഏത് പെങ്കൊച്ചാളിയാ? നീ എന്തിങ്ങനെ ഞെട്ടി പോയി നിൽക്കുന്നേ? ഇവിടെ പൊട്ട, ചായ കുടിച്ചോണ്ടിരിക്കേണ്ട കൊച്ചിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്ക്. അപ്പം അറിയാം ഞാൻ ഇവിടെ ഞെട്ടിയെന്ന്. അതിനെ മറന്നുപോയി. காத்திருந்தால் எதிர்பார்த்திருந்தால் ஒரு நிமிஷமும் வருஷமடி கண்கள் எல்லாம் என்னை பார்ப்பது போல் ஒரு கலக்கமும் தோன்றுதடி இது சொர்க்கமா நரகமா சொல்லடி உள்ளபடி நான் வாழ்வதும் பிழை கொண்டு போவதும் உன் வார்த்தையில் உள்ளதடி. മോനെ അളിയാ, നീ എന്നോട് ചോദിച്ചില്ലേ ഏതാണ് പെണ്ണെന്ന്? ഇനി എനിക്ക് പറയേണ്ട ഉത്തരവുണ്ട്. നിന്റെ പെണ്ണാടാ അത്? എടാ, എനിക്കിപ്പോൾ സന്തോഷമാണ്. എടാ, എനിക്ക് ഒത്തിരി ഇഷ്ടമായിടാ. നീ പറയടാ അവരോട്. അപ്പോളേ ഞങ്ങളുടെ ചെക്കന് നിങ്ങളുടെ പെണ്ണിനെ പാടെ അങ്ങ് ബോധിച്ചു വന്നു. അപ്പം എങ്ങനെ കാര്യങ്ങളൊക്കെ ഇനി? ആണോ? എന്നാ പിന്നെ മക്കളെന്തെങ്കിലും പുറത്തിറങ്ങി സംസാരിക്കാനുണ്ടെങ്കിൽ. മോളെ, നീ എന്നാ അഥർവ മോനെയും കൊണ്ട് പുറത്തോട്ട് പോയി സംസാരിച്ചിട്ട് വാ. രണ്ടുപേർക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവില്ലേ? വരൂ. എന്താണ് ഒന്നും പറയാത്തത്? ആദരിക്കട്ടെ, തൻ്റെ പേര് മീനു, റൈറ്റ്? അത് ഒന്നുമില്ല. അതെ, മീനു എന്ന പേര്. അപ്പം എനിക്ക് അമ്മയും അനിയത്തിമാരൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് അവരെന്താ പറയാതിരുന്നത്? വരണമെന്ന് കരുതിയതാ, പക്ഷെ അവയ്ക്ക് ഇന്നൊരു എക്സാം ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് ഇന്ന് കുടുംബശ്രീയിൽ എന്തോ ഒരു മീറ്റിംഗ്. അപ്പോൾ ഞാനും അളിയനും കൂടി പോകും. നമ്മൾ ടോപ്പിക്ക് മാറിപ്പോയല്ലോ. താനിതുവരെ എൻ്റെ മാർക്കിട്ടില്ല. എങ്ങനെ ഇഷ്ടപ്പെട്ട? എന്തുണ്ടെങ്കിലും ഞാൻ അച്ഛനോട് പറയാനേക്കാം. ഇപ്പോൾ പറയുന്നില്ല. അതെന്താ മീനു ഇപ്പോൾ പറയാത്തത്? നാണാണോ? ശരി, അച്ഛനോട് പറഞ്ഞാൽ മതി.
ഇയാൾ മോശമായിട്ടൊന്നും വിചാരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ആ പറഞ്ഞോളൂ. എൻ്റെ പൊന്നു മീനു തൻ്റെ കണ്ണ് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ തൊട്ട് ഇഷ്ടപ്പെട്ടതാണ്. ഒരുപാട് തൻ്റെ കണ്ണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോളേ ഈ കണ്ണ് മാത്രമല്ല, ഈ പെണ്ണിനെയും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. அந்த நாளில் அந்தி நேரம் உன்னை பார்த்தேன் கண்